ഹായ്. പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കി പോകാം. ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പൊ എല്ലാവരും മറക്കാതെ കാണുക. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ സമത്വം. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ സമത്വം. ആർട്ടിക്കിൾ 15 വിവേചനത്തിൽ നിന്ന് സംരക്ഷണം. ആർട്ടിക്കിൾ 15 വിവേചനത്തിൽ നിന്ന് സംരക്ഷണം. ആർട്ടിക്കിൾ 16 അവസര സമത്വം. ആർട്ടിക്കിൾ 16 അവസര സമത്വം. ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം. ആർട്ടിക്കിൾ 18 ബഹുമതികൾ ഒഴിവാക്കൽ. ആർട്ടിക്കിൾ 18 ബഹുമതികൾ ഒഴിവാക്കൽ. ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 20 കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷകൾക്കെതിരെയുള്ള സംരക്ഷണം. കുറ്റകൃത്യങ്ങൾക്കുള്ള അന്യായമായ ശിക്ഷകൾക്കെതിരെയുള്ള സംരക്ഷണം. ആർട്ടിക്കിൾ 20. 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 22 അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. ആർട്ടിക്കിൾ 23 മനുഷ്യനെ വിൽപ്പന ചരക്കാക്കുന്നതും അടിമയാക്കുന്നതൊക്കെ നിരോധിച്ചു. ആർട്ടിക്കിൾ 23 പ്രകാരം മനുഷ്യനെ വിൽപ്പന ചരക്കാക്കുന്ന അടിമയാക്കുന്നതും നിർബന്ധിതമായി തൊഴിലെടുപ്പിക്കുന്നതൊക്കെ നിരോധിച്ചു. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള, അതായത് ഏത് മതം സ്വീകരിക്കാൻ അവകാശമുണ്ട്, വിശ്വസിക്കാൻ അവകാശമുണ്ട്, പ്രചരിപ്പിക്കാൻ അവകാശമുണ്ട്, അങ്ങനെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഈ റെഡിൽ കൊടുത്തേക്കുന്ന മിക്കതും ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ഇയർ, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും. ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഭാഷ, ലിപി, സംസ്കാരം എന്നിവയെ സംരക്ഷിക്കാനുള്ള അവകാശം നൽകുന്നു. ആർട്ടിക്കിൾ 30 മതപരവും ഭാഷാപരവുമായ ന്യൂനപക്ഷങ്ങൾക്ക് ഇഷ്ടമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും ഭരിക്കാനും അവകാശം നൽകുന്നു. നെക്സ്റ്റ് ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. ഇതിനെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32 ആണ്, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. ഇവിടെയാണ് നമ്മൾ റിട്ടുകളൊക്കെ വരണത്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ നിർദ്ദേശക തത്വങ്ങൾ. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ നിർദ്ദേശക തത്വങ്ങൾ. ആർട്ടിക്കിൾ 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അപ്പൊ ആർട്ടിക്കിൾ 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 52 ഇന്ത്യൻ പ്രസിഡന്റിന്റെ പദവി. ആർട്ടിക്കിൾ 63 വൈസ് പ്രസിഡന്റ്. ആർട്ടിക്കിൾ 52 ഇന്ത്യൻ പ്രസിഡന്റിന്റെ പദവി. ആർട്ടിക്കിൾ 63 വൈസ് പ്രസിഡന്റ്. ആർട്ടിക്കിൾ 74 രാഷ്ട്രപതിയെ സഹായിക്കാനും ഉപദേശിക്കാനും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 74 രാഷ്ട്രപതിയെ സഹായിക്കാനും ഉപദേശിക്കാനും ഒക്കെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി. ആർട്ടിക്കിൾ 300A സ്വത്തവകാശം. ആർട്ടിക്കിൾ 300A സ്വത്തവകാശം. നേരത്തെ മൗലികാവകാശം ആയിരുന്നു, അത് മാറ്റി സ്വത്തവകാശമാക്കി. അത് അവകാശത്തിൽ നിന്ന് മാറ്റി. ആർട്ടിക്കിൾ 370 കാശ്മീരിന് പ്രത്യേക പദവി. അത് പക്ഷെ എടുത്തു കളഞ്ഞു ഇപ്പോൾ. ആർട്ടിക്കിൾ 370 പ്രകാരമായിരുന്നു കാശ്മീരിന് പ്രത്യേക പദവി. ആർട്ടിക്കിൾ 107 ബില്ലുകൾ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനുമുള്ള വ്യവസ്ഥകളാണ് ആർട്ടിക്കിൾ 107. ആർട്ടിക്കിൾ 108 ഇരുസഭകളും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിനുള്ള വ്യവസ്ഥയാണ് ആർട്ടിക്കിൾ 108. ആർട്ടിക്കിൾ 109 മണി ബില്ലുകളെ സംബന്ധിച്ചുള്ള നടപടിക്രമമാണ്. ആർട്ടിക്കിൾ 122 പാർലമെന്റിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചും കോടതികൾക്ക് പാർലമെന്റിന്റെ നടപടികളിൽ ഇടപെടാനുള്ള അധികാരത്തെക്കുറിച്ചും പറയുന്നു. പാർലമെന്റിന്റെ നടപടിക്രമങ്ങളെക്കുറിച്ചും കോടതികൾക്ക് പാർലമെന്റിന്റെ നടപടികളിൽ ഇടപെടാനുള്ള അധികാരത്തെക്കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് എന്തായാലും വരുന്നതാണ്.